ഹായ് ഓൾ. മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് നല്ല ഉള്ളുള്ള മുടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നാച്ചുറൽ ഹെയർ പാക്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ വീഡിയോ ഉലുവ കൊണ്ടുള്ള ഹെയർ പാക്ക് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് താളി ഹെയർ പാക്കാണ്. ഉലുവ ഹെയർ പാക്ക് കഴിഞ്ഞു 2 ദിവസം മുടി അങ്ങനെ വെച്ചിട്ട് പിന്നീടാണ് ഈ ഒരു താളി ഹെയർ പാക്ക് ഇടുന്നത്. നിങ്ങൾക്ക് ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഇത് ഇടാം. നല്ല ഹെയർ പാക്കാണ്. അപ്പോൾ താളി ഇടാത്തവരാരും തന്നെ ഉണ്ടാവില്ല. അതുപോലെ തന്നെയുള്ള അതിൽ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഇതിലും ഉപയോഗിക്കുന്നത്. കഞ്ഞെണ്ണ എടുത്തിട്ടുണ്ട്, ഭൃംഗരാജ് എന്ന് പറയുന്നത്. പിന്നെ തുളസി, ചെമ്പരത്തി ഇല. കാരണം ഇപ്പോഴത്തെ ഒരു സമയത്ത് ചെമ്പരത്തി പൂവ് ഒത്തിരി ഒന്നും കിട്ടാത്തൊരു സമയമാണ്. അപ്പോൾ എനിക്ക് 2-3 എണ്ണമൊക്കെ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ഉണ്ടാക്കുന്ന താളി ഹെയർ പാക്ക് തിക്കായിട്ട് ഹെയർ പാക്കാണല്ലോ. നമ്മൾ സാധാരണ താളി ഒഴിച്ച് തല കഴുകാറുണ്ട്. അത് ലൂസായിട്ട് കൺസിസ്റ്റൻസിയിൽ ആണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഹെയർ പാക്ക് രൂപത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇലയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ കറിവേപ്പില, മുരിങ്ങയില അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മുരിങ്ങയില നമ്മുടെ മുടി ഡ്രൈ ആക്കും. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് ഒത്തിരി കൂടുതലാണ്. കാരണം പുതിയ മുടികൾ വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മുരിങ്ങയില. ഞാൻ മുരിങ്ങയില കൊണ്ടുള്ള ഹെയർ പാക്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് പുതിയ പുതിയ മുടികളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പേരയിലയും ഇതേ എഫക്റ്റ് തന്നെയാണ് തരുന്നത്. അതുകൊണ്ട് മുരിങ്ങയില ഒത്തിരിയല്ല, കുറച്ചെടുത്തിട്ടുണ്ട്. താളിയാണെങ്കിൽ കൂടി നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വെളിച്ചെണ്ണ നന്നായിട്ട് തേക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി എടുത്തിട്ട് പിന്നെ ചെമ്പരത്തി പൂവ് എനിക്ക് 2-3 എണ്ണേ കിട്ടിയിട്ടുള്ളൂ. കഞ്ഞിവെള്ളത്തിലാണ് ഈ ഒരു താളി ഉണ്ടാക്കുന്നത്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ അരച്ചെടുക്കണം കഞ്ഞിവെള്ളം വെച്ചിട്ട്. അതിന് മുൻപ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെക്കുക. അതുകൊണ്ട് ശരിക്കും ഈ ഒരു ഇലകളൊക്കെ പറിക്കുന്നതിന് മുൻപ് നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഇത് ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തലവേദനയും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്നുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ആണ് ഈ ഒരു താളി ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത്. ഈ ഹെയർ പാക്ക് എന്ന് പറയുമ്പോൾ കഞ്ഞിവെള്ളത്തിൽ ഈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുത്തിട്ട് അത് അരിച്ചെടുക്കുക, അത്രേ ചെയ്യുന്നുള്ളൂ. പക്ഷേ കൺസിസ്റ്റൻസി നല്ല തിക്കായിരിക്കണം എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് നീലയമരിയുടെ പൊടി കിട്ടും. അതുപോലെ തന്നെ ചെറുപയർ പൊടി, അങ്ങനെ കുറച്ച് പൊടികൾ കിട്ടും. അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇടുന്നില്ല. ചില സമയത്ത് ഞാനത് യൂസ് ചെയ്യാറുണ്ട്. ഇന്നത്തെ പാക്കിൽ അത് യൂസ് ചെയ്യുന്നില്ല. അത് യൂസ് ചെയ്തിട്ടുള്ള പാക്ക് വരും വീഡിയോകളിൽ കാണിക്കാം. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഏതൊരു പാക്ക് കാണിച്ചു തരുവാണെങ്കിൽ ഞാൻ സ്വയം ചെയ്യുകയാണെങ്കിൽ അരിച്ചിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. നമ്മൾ കരുതും താളിയല്ലേ അതിനെന്ത് പ്രശ്നം വരാനാണെന്ന് കരുതും. പക്ഷേ അങ്ങനെയല്ല. സ്കാൽപ്പിൽ അതിൻ്റെ റിമൈനിങ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പണ്ടേ താളിയിട്ട് കഴുകുന്നു, പിന്നെ നെക്സ്റ്റ് ഡേ എന്താണോ അത് ചെയ്യുന്നു എന്നല്ലാതെ ഇത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത് വീഡിയോ കാണുന്നവരൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഇന്ന് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്തിട്ട് നാളെ നിങ്ങളിതൊന്ന് ഷാമ്പു ഇട്ട് കഴുകി നോക്കിയാൽ ഗ്രീൻ കളറിലുള്ള വെള്ളമാണ് വരിക. അത് ചെയ്ത് നോക്കണം. അങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഏതൊരു പാക്ക് അപ്ലൈ ചെയ്താലും ഒരു ദിവസം അത് തലയിൽ കിടക്കട്ടെ. അതിപ്പോൾ ഇന്ന് കുളിച്ച് കഴിഞ്ഞു, ഇന്നത്തെ ദിവസം ഫുൾ അത് തലയിലുണ്ട്, പിന്നെ നെക്സ്റ്റ് ഡേ അത് കഴുകി കളയുക. അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ കഴുകി കളയുമ്പോൾ കുറച്ച് ഷാമ്പു, ഒത്തിരി എന്നല്ല പറയുന്നത്, ഡൈല്യൂട്ട് ചെയ്തിട്ട് ഷാമ്പു തേച്ചിട്ട് കഴുകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. സ്കാൽപ്പിൽ അത് എത്രത്തോളം അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവും. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് എൻ്റെ വീട്ടിലെ പണികൾ മുഴുവൻ എടുത്ത് നടന്നിട്ട് ഒരു അരമണിക്കൂർ അപ്ലൈ ചെയ്തിട്ട് കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് കഴുകി കളയുന്നത്. പിന്നെ സാധാ വെള്ളം വെച്ചിട്ടും ഒന്ന് കഴുകി കളയുക.